പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പാലക്കാട് ട്രെയിൻ ഇറങ്ങും. പാലക്കാട് കാലുകുത്തിയാൽ രാഹുലിനെ തീർക്കുമെന്ന നിലപാടിൽ CPM-ഉം BJP-യും നിൽക്കുന്നുണ്ട്. കനത്ത പോലീസ് കാവലിൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പാലക്കാട്ടെ കോൺഗ്രസിന് രാഹുൽ ഇപ്പോഴും അവരുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ മേൽ ഒരു നുള്ളു മണ്ണ് വീഴില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ പാലക്കാട്ടെ വോട്ടർമാരുടെ അകമഴിഞ്ഞ പിന്തുണയും രാഹുലിനുണ്ട്. ഒരു പരാതി പോലും നാളിതുവരെയായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു മിനിറ്റ് പോലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിന് രാഹുലിനെ ബന്ധനത്തിലാക്കുവാൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് രാഹുലിനെ ക്രൂശിക്കുന്നതെന്നാണ് പാലക്കാട്ടുകാർ ചോദിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അന്താളിച്ചു പോയ വോട്ടർമാർ ഇപ്പോഴും മാങ്കൂട്ടത്തിന് പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരന്നു കഴിഞ്ഞു. രാഹുലിനെ മൂക്കിൽ കയറ്റും എന്ന് ആക്രോശിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന CPM പ്രവർത്തകർ പിന്നീട് നിരാശരായി മടങ്ങി. ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നാലെ ജനരോഷം തിരിച്ചറിഞ്ഞ് CPM പ്രതിരോധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. അവിടെ തമ്പടിച്ചിരുന്നത് BJP പ്രവർത്തകരാണ്. അവരുടെ ഒരു നേതാവ് നേരത്തെ സ്ത്രീ വിഷയത്തിൽ അകപ്പെട്ടതോടെ ആ നീക്കവും പാളിയതാണ്. എന്നിട്ടും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ BJP രാഹുലിനെതിരെ പ്രതിഷേധം തീർക്കുകയാണ്. ഓരോ ദിവസവും മാങ്കൂട്ടത്തിന് കൂടിക്കൂടി വരുന്ന പിന്തുണയും നിരപരാധി എന്ന പരിവേഷവും പുരുഷന്മാരെക്കാളും സ്ത്രീ സമൂഹം നൽകുന്ന പിന്തുണയും എല്ലാം തന്നെയാണ് CPM-നെ മാറ്റി ചിന്തിപ്പിച്ച ഘടകം. മാങ്കൂട്ടത്തെ തടയാൻ ഞങ്ങളില്ല എന്ന തീരുമാനത്തിൽ CPM എത്തിയതിന് പിന്നിലും ഇക്കാര്യമാണ്. പാലക്കാട്ടെ BJP ഒരു അഭിമാന പ്രശ്നമായി ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. മാങ്കൂട്ടം MLA പാലക്കാട് മണ്ഡലത്തിൽ എത്തുന്ന ദിവസം ഈ ആവേശമെല്ലാം കെട്ടണയും എന്ന് ഉറപ്പാണ്. ആ മണ്ഡലം, അവിടുത്തെ ജനങ്ങൾ എല്ലാവരും തങ്ങളുടെ MLA-യെ കാത്തിരിക്കുകയാണ്. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയണമെന്നാണ് BJP-യുടെ ആവശ്യം. അങ്ങനെ ഏറ്റു പറയുന്ന നേതാക്കളെ BJP അവരുടെ പാർട്ടിയിൽ ഒന്ന് കാണിച്ചു തരാമോ എന്ന് മറുചോദ്യം വരുമ്പോൾ അവരുടെ വായും താനേ അടയും എന്ന് ഉറപ്പാണ്. തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് ഒരു സ്ത്രീ വന്ന് പറഞ്ഞിട്ടും കേസ് കൊടുത്തിട്ടും ഒരു മുകേഷ് എന്ന MLA സഭയിലിരിക്കുന്നുണ്ട്. കോടതി ചെയ്യേണ്ട പണി കോടതിയും പോലീസ് ചെയ്യേണ്ട പണി പോലീസും ചെയ്യട്ടെ എന്ന മാന്യമായ തീരുമാനത്തിൽ പ്രതിപക്ഷവും നിൽക്കുന്നുണ്ട്. എന്നാൽ കോടതിയും പോലീസും ചെയ്യേണ്ട പണി CPM-ഉം BJP-യും ചെയ്തു തുടങ്ങിയാൽ ഇവിടെ പ്രതിപക്ഷം ഇളകും എന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് കൂടിയാണ് മാങ്കൂട്ടത്തോടിൽ നിന്ന നിലപാടിൽ MB ഗോവിന്ദൻ എത്തിയത്. അതേ തീരുമാനത്തിലേക്ക് തന്നെ BJP-യും എത്തുമെന്ന് ഉറപ്പാണ്. കാരണം BJP-ക്ക് MLA-മാർ ഒന്നും പാലക്കാട്ടെ BJP-യുടെ മുഖവും ഇത്തരം കേസുകളിൽ പ്രതിക്കൂട്ടിലാണ്. അദ്ദേഹത്തിനെതിരെ പരാതി ലഭിച്ചതായി സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുമാണ്. എന്നിട്ടും രാഹുലിന്റെ നെഞ്ചിലേക്ക് പാഞ്ഞു കയറാൻ തത്രപ്പാടെടുക്കുന്ന BJP-യോട് വെറും പുച്ഛം മാത്രമാണുള്ളതെന്നും പറയേണ്ടി വരും.